പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിൻ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിൻ്റെ പിക്സിമ G3020 എന്ന ഈ മോഡൽ പ്രിൻ്റർ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പ്രിൻ്റർ ഓഫ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക, അല്ലാത്ത സമയത്ത് കഴിയുന്നതും ട്രയലിൽ നിന്നും പേപ്പർ ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. ഓൺലൈൻ വഴിയൊക്കെ ഇങ്ക് വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്ററിലെ കണക്ടിവിറ്റി എന്ന പ്രിൻ്ററിൻ്റെ പിറകുവശത്താണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം. അതേപോലെ റൈറ്റ് സൈഡിലാണ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ളത്. മാത്രമല്ല ഈ പ്രിൻ്ററിന് വൈഫൈ ഉണ്ട്. വൈഫൈ ത്രൂ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹെഡ് വരുന്നത് 2 ഹെഡാണ് വരുന്നത്. കളറിന് ഒരു ഹെഡും ബ്ലാക്കിന് ഒരു ഹെഡാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു കോസ്റ്റിലേക്കാണ് പോവുക. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്യാരേജ് കാണാം. അതിൽ ടോപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഹെഡിൽ കണ്ട അതേപോലെ തന്നെ ഇവിടെ ക്യാരേജിലും നിങ്ങൾക്ക് CB എന്ന് മാർക്ക് ചെയ്തത് കാണാൻ സാധിക്കും. ഹെഡിലും അതേപോലെ ഉണ്ട്. അപ്പോൾ ആദ്യം ഹെഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഹെഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്താണ് നേരെ ഹെഡ് അതിലേക്ക് വെക്കരുത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവിടെ 2 ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട് കണ്ടില്ല ഹെഡിൽ. നിങ്ങൾക്ക് കാണാൻ സാധ്യത. ഹെഡ് പുറത്തോട്ട് എടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ 2 ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ക്യാരേജിലേക്ക് ഹെഡ് വെക്കാൻ പാടുള്ളൂ. പല കസ്റ്റമർ ഇത് റിമൂവ് ചെയ്യാതെയാണ് വെക്കുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആ B ഏതാണ് നിങ്ങൾ ഹെഡ് ഇൻസെർട്ട് ആ സ്ലോട്ടിൽ കറക്റ്റ് ആ മെൻഷൻ ചെയ്ത സ്ലോട്ടിലോട്ട് മാത്രം കറക്റ്റായിട്ട് വെക്കുക. നെക്സ്റ്റ് വരുന്നത് C ആണ്. Cൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. C ഹെഡ് എടുക്കുക. അതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട്. ആ ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്താണ് കറക്റ്റ് ആ C എന്നുള്ള സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് വെക്കുക. പ്രിൻ്റർ ഓഫ് ആയിരിക്കുന്നതാണ് നല്ലത്. വെച്ചതിന് ശേഷം ക്യാരേജിൻ്റെ ടോപ്പ് മസ്റ്റായിട്ട് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കാണാൻ ബ്ലൂ ടോപ്പ് അത് മസ്റ്റായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ആക്കണം. ഇല്ലെങ്കിൽ എറർ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് ഉള്ളത്. എന്നാലും നിങ്ങളൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യൻ കൊണ്ട് മാത്രം കഴിയുന്നതും ചെയ്യിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇങ്ക് ഫില്ലിംഗ് ആണ്. ഇങ്ക് ലെവൽ നിങ്ങൾക്ക് ടാങ്കിൻ്റെ അവിടെ ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റായി കൊടുത്തത് ടാങ്ക് ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഓരോ ലെവൽ കാണാവുന്നതാണ്. താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. കനോണിൻ്റെ 71 സീരീസ് ഇങ്ക് ബോട്ടിലാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സീരീസോ ഇങ്ക് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അത് വാറണ്ടി കട്ടാവുമെന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ഹെഡിന് തന്നെ അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് തന്നെ അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. പിന്നെ ഹെഡ് മാറ്റണം, ഇങ്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം, വലിയൊരു കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ കഴിയുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിലാണ് 3 കളറിൻ്റെ ടാങ്കും വരുന്നത്. നമ്മൾ ആദ്യം ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലെടുത്താണ് അതിൻ്റെ മൂടി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓവർഫ്ലോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചതിനൊരു ഫ്രഷ് പ്രിൻ്ററിലാണ്, പുതിയൊരു പ്രിൻ്ററിലാണ്. അതുകൊണ്ടാണ് ടാങ്ക് കാലിയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഒരു ലെവൽ കാണാൻ സാധിക്കും. താഴെ ഒരു ആരോ മാർക്ക് അവിടെ ഒരു ഡോട്ട് കണ്ടില്ലേ? ആ ഡോട്ട് എത്തുന്ന സമയത്താണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ടാങ്ക് ഫില്ലായിട്ടുണ്ട് ഏകദേശം. ബോട്ടിലെടുക്കുന്നു. ബോട്ടിലെടുത്തതിന് ശേഷം ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ കളറിൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണ് 3 കളറിൻ്റെ ടാങ്ക് വരുന്നത്. ഇപ്പോൾ സപ്പോസ് സിയാനാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ സിയാൻ്റെ ബോട്ടിലെടുക്കുക. അതിൻ്റെ മൂടി ഒഴിവാക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത അതേ മെത്തേഡ് തന്നെ, അതായത് ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ബോട്ടിൽ വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുക, ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ മജന്തയാണ് ഫില്ല് ചെയ്യുന്നത്. മജന്തൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക, മജന്തൻ്റെ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് മജന്തൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഇതേപോലെ ഒഴിവാക്കുക. എന്നിട്ട് ബോട്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ബോട്ടിൽ വെക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഫില്ലായി കഴിഞ്ഞാൽ ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, ബോട്ടിലെടുത്താണ് അത് ടോപ്പ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നേരെ ആ ബോട്ടിൽ നേരെ പ്രിൻ്ററിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ലെവൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏകദേശം യെല്ലോ ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യൽ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് ടാങ്ക് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് സ്കാനർ മോഡിൽ ജസ്റ്റ് ഒന്ന് മേലോട്ട് ഒന്നിച്ചാണ് ക്ലോസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ടാങ്കും കാണാം, ഫില്ലായിട്ടുണ്ട്. കണ്ടില്ലേ? 4 ടാങ്കും ഫില്ലാണ്. ഇനി അടുത്തത് പേപ്പർ ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ പിറകു വശത്താണ് പേപ്പർ ട്രേ വരുന്നത്. ഈ ബ്ലൂ ലിവർ ആദ്യം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ട്രേ മുഴുവനായിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നല്ല ഗുഡ് പേപ്പർ മാത്രം വെക്കുക. പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല പേപ്പറിന്. പ്രിൻ്റ് ചെയ്താണ്ട് പുറത്തോട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഉള്ള പ്രിൻ്ററാണ്. ചെറിയൊരു കൺഫർമേഷൻ നമ്മൾ കൊടുക്കണം. ആദ്യം ചോദിക്കുന്നത് സൈസാണ്. ഏത് സൈസാണ് വേണ്ടത് നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റുമുള്ള ആരോ ബട്ടൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സെലക്ട് ചെയ്യാൻ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. അവിടെ പേപ്പർ ടൈപ്പ് പേപ്പറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലോസി പേപ്പർ ആണെങ്കിൽ ഗ്ലോസി സെക്കൻഡ് അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്യണം. അല്ല പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക. അങ്ങനെ പേപ്പർ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ പവർ ബട്ടൺ, അതിൻ്റെ താഴെ ഡിസ്പ്ലേ, അതിൻ്റെ താഴെ സെലക്ഷനും റിട്ടേൺ പോലുള്ള ബട്ടനാണ് വരുന്നത്. പിന്നെ കോപ്പി, സ്കാൻ മോഡ്, സെറ്റിങ്സ് മോഡുകളാണ് വരുന്നത്. അതിൻ്റെ താഴെ അഡ്വാൻസ് ആയിട്ട് വരുന്ന മെനു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ്, നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ബട്ടൺ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക 2 ബ്ലാക്ക് കളർ 2 ബട്ടണും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പാനൽ ബട്ടൺസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ സ്റ്റോപ്പ് ബട്ടൺ ഉപയോഗിക്കേണ്ടത്. അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ബട്ടൻ്റെ താഴെ ബ്ലാക്ക് കളർ എന്ന് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് എന്ന് പ്രസ് ചെയ്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് വരും, കളർ പ്രസ് ചെയ്താൽ കളർ ഫോട്ടോസ്റ്റാറ്റ് വരും. ഇതാണ് ഫ്രണ്ട് പാനൽ സ്വിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പവർ ബട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്റർ ഓഫ് ചെയ്യുന്നത് പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഒറ്റയടിക്ക് നമ്മൾ മെയിൻ പ്ലഗ് ഓഫ് ചെയ്യരുത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോസ്റ്റാറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രിൻ്റർ ഒരു ആൾ ഇൻ വൺ പ്രിൻ്റർ ആണെന്നുള്ളത് അറിയാം. നമുക്ക് സ്കാനർ മൊഡ്യൂൾ വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതാണ് സ്കാനർ മൊഡ്യൂൾ, സ്കാനർ യൂണിറ്റ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഇവിടെ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാമ്പിളിന് ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ്. അത് നേരെ ഈ ഒരു കോർണറിലേക്ക് വെക്കുക. എന്നിട്ട് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് A4ൻ്റെ വീതി കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ A4ൻ്റെ ലെങ്ത്തും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് വരരുത്, ആ ഭാഗം സ്കാൻ ആവില്ല. എന്നിട്ട് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ട്രയൽ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം കോപ്പി മോഡാണ്. അല്ലെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി മോഡ് ആക്കണം. എന്നാൽ മാത്രമേ ഫോട്ടോസ്റ്റാറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ബ്ലാക്ക് കളർ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് ആണോ കളർ ഫോട്ടോസ്റ്റാറ്റ് ആണോ ഏതാ വേണ്ടത്, ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്കാൻ ചെയ്തുകൊണ്ട് പേപ്പർ പിക്ക് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കൽ. നിങ്ങൾക്ക് A4 സൈസ് വരെയുള്ള ഏത് മാറ്ററും നിങ്ങൾക്ക് ഏത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻറ്റ് തന്നെയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി സ്കാൻ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ വെക്കണം. ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. അത് മാറിപ്പോകരുത്. കാരണം അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നത്. 0 പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ ലെങ്ത്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ ഉള്ളിലോട്ട് മാത്രമേ വരാം. അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം സ്കാൻ ആവില്ല. സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനറിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സ്കാൻ IJ യൂട്ടിലിറ്റി എന്ന കനോണിൻ്റെ IJ യൂട്ടിലിറ്റി സ്കാൻ എന്ന ആപ്ലിക്കേഷനാണ് വരുന്നത്. നേരെ സിസ്റ്റത്തിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു.
ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് വിൻഡോക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ കനോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ IJ സ്കാൻ യൂട്ടിലിറ്റി, ഈ ഒരു ടൂളാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് അതേപോലെ ഉണ്ടാവുക. പുതിയ അപ്ഡേഷനിൽ നമ്മൾ സ്ക്രീന് മൊത്തമായിട്ട് വരുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഡോക്യുമെൻ്റ് പറഞ്ഞ ഒരു ഓപ്ഷനാണ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. പിന്നെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്താൽ നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ ഫോട്ടോ മോഡിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 1-2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോർമൽ കേസിൽ നമുക്ക് സ്കാൻ ചെയ്യാനാണ് ഈ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ സ്കാൻ ഗിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്രോപ്പ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡോക്യുമെൻറ്റിൻ്റെ താഴെ കാണുന്ന സ്കാൻ ഗിയർ എന്ന ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് വല്ലതും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന ഓപ്ഷൻ. അതായത് നമ്മൾ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനും, അതേപോലെ സേവ് ചെയ്യുന്ന ഫയൽ ലൊക്കേഷൻ മാറ്റാൻ, അതേപോലെ സേവ് ചെയ്യുന്ന ഫയൽ നെയിം മാറ്റാൻ, അതിനൊക്കെയാണ് നമ്മൾ ഈ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത്. ആ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ സ്കാൻ പറഞ്ഞാൽ ഈ ഓട്ടോൻ്റെ സെറ്റിങ്സ് ആണ്. അതുപോലെ ഡോക്യുമെൻറ്റ് സ്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഫോട്ടോൻ്റെ സെറ്റിങ്സ് ആണ് ഈ ഫോട്ടോ സ്കാൻ എന്നുള്ളത്. അങ്ങനെ ഓരോന്നിൻ്റെ സെറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ് സ്കാൻ എന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്നത് നമ്മൾക്ക് ഏത് മോഡലാണ് വേണ്ടത് എന്നുള്ളത്, അത് കളർ മോഡാണ് ഏത്, അതേപോലെ സൈസ് ഏതാണ് വേണ്ടതെന്നെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 300 അത് കുറക്കുകയോ കൂട്ടുകയോ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയൽ നെയിം. സാധാരണ IMG എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു പേരിലായിരിക്കും ഫയൽ സേവ് ചെയ്യുന്നത്, ആ നെയിമിലായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ സേവ് ചെയ്യുന്ന ലൊക്കേഷന് സാധാരണ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് ആ ഫോൾഡറിലേക്ക് മാറ്റാവുന്നതാണ് സേവ് ചെയ്യുന്ന ഫയൽ. അപ്പോൾ അത് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ ഏത് ഫോർമാറ്റിലാണ്, PDF ആണോ, JPEG ആണോ, TIFF ആണോ, ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. ഇതാണ് മെയിനായിട്ട് വരുന്ന സ്കാനിങ് സെറ്റിങ്സ് പറഞ്ഞത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. അത്ര വലിയ ആവശ്യമില്ലാത്ത സെറ്റിങ്സ് ആണ്. അത് ഏതാണോ അത് നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്കാനിങ് ചെയ്യാം. അതിനാദ്യം ഞാൻ ഈ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും, സ്കാനിങ് കംപ്ലീറ്റ് പറഞ്ഞാൽ. നിങ്ങൾ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഫോൾഡറിൽ അത് സേവ് ആവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അതായത് വീണ്ടും നമ്മൾ ആ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റിൽ ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 by പേജ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീണ്ടും സ്കാൻ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ എന്നുള്ളത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ സേവ് ആവുന്നതാണ് നമ്മുടെ ഫോൾഡർ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ വരുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ സ്കാൻ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 പേജായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, 1, 2 അങ്ങനെ 2 പേജായിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ആ രണ്ടാമത് ചോദിക്കുന്ന സ്കാൻ എന്നുള്ള ഓപ്ഷൻ. അത് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെയാണ് സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാൽ തന്നെ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ സിംഗിൾ പേജായിട്ടായിരിക്കും സേവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വ്യത്യാസം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സ്കാൻ ഗിയർ എന്നുള്ള ടൂളിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് അത് ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ പുതിയ തീമിലായിരിക്കും ഇനി നിങ്ങളുടെ സിസ്റ്റത്തിലെല്ലാം ഇൻസ്റ്റാൾ ആവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ സ്കാൻ ഗിയർ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മളത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ, ഇവിടെ ആദ്യം ഫോട്ടോ ആണ് വേണ്ടത്, ഡോക്യുമെൻറ്റ് മോഡാണ് വേണ്ടതെന്ന് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ കാണുന്ന പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ വെച്ച ഡോക്യുമെൻ്റാണിത്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതാണ് ഈ സ്കാൻ ഗിയറിൻ്റെ മെയിൻ ഉപയോഗം വരുന്നത്. നിങ്ങൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഭാഗം മാത്രമേ സ്കാനിങ് ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ചെയ്താണ് നിങ്ങൾ ഒരിക്കലും ടൂൾ ക്ലോസ് ചെയ്യരുത്. സ്കാൻ കൊടുത്താൽ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ആ ഫയൽ വരുന്നത്. കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഭാഗം മാത്രമേ സ്കാൻ ആയിട്ടുള്ളൂ. ഇനി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഒരു വേർഡ് ഫയലാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തതാണത്. ഒരു കളർ ഡോക്യുമെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+P എന്ന്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രിൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആയി വന്നിട്ട് നമ്മളെ പ്രിൻ്ററിൻ്റെ പേരാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ് നോർമൽ കേസിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റിങ്സ് കാര്യങ്ങൾ മാറ്റാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻറ്റിങ് നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അഡ്വാൻസ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം പ്രോപ്പർട്ടീസിൽ പോകണം, അല്ലെങ്കിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ പ്രോപ്പർട്ടീസ് എന്നുള്ള പേരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സെറ്റിംഗ് എന്നുള്ള പേരായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ള പേരാണുള്ളത്. ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് ഏരിയ വരുന്നത്. പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സ് ആണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ മെയിൻലി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് 2 മോഡാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. സ്റ്റാൻഡേർഡ് മോഡും അതേപോലെ ഫോട്ടോ പ്രിൻറ്റിങ്ങും വരുന്നുണ്ട്. നിങ്ങൾ ഏത് പർപ്പസിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ക്ലാരിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. സ്റ്റാൻഡേർഡിലാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഫോട്ടോ പ്രിൻറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അത് സ്റ്റാൻഡേർഡിലാകുമ്പോൾ ഒരിക്കലും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇവിടെ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ ആ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇവിടെ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് മാനുവലാണ്. അത് നമ്മൾ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേജ് തിരിച്ച് നമ്മൾ തന്നെ മാറ്റി വെക്കണം. അതുകൊണ്ടാണ് മാനുവൽ എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ്, നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇപ്പം നമ്മളൊരു കളർ ഡോക്യുമെൻ്റ് ആണ്, അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് ടിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴെ എക്കണോമി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മൈലേജിൽ ഇങ്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് കൂടെ ക്വാളിറ്റിയിൽ വന്നു കഴിഞ്ഞാലും കാണാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മീഡിയ ടൈപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ്, അത് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഈ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം, ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ പ്രിൻറ്റ് ക്വാളിറ്റി 3 ക്വാളിറ്റിയാണുള്ളത്: ഹൈ, സ്റ്റാൻഡേർഡ്, എക്കണോമി. ഹൈ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രിൻ്റ് ഔട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും, സ്ലോ വർക്കിംഗ് ആയിരിക്കും, പെട്ടെന്ന് ഇങ്ക് കഴിയും, മാക്സിമം ഇങ്ക് എടുത്തിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്കുമ്പോൾ മാക്സിമം പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന രീതിയിൽ നല്ല മൈലേജിൽ സെറ്റ് ചെയ്തതാണ് എക്കണോമി. പക്ഷേ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ഇതിൻ്റെ രണ്ടിലും ഇടയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ്. കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടാവും, എന്നാൽ നല്ല ഇങ്ക് ഇറങ്ങാത്ത മാറ്ററും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ്. നോർമലെല്ലാം പ്രിൻറ്റിങ്ങും സ്റ്റാൻഡേർഡിലാണ് സെറ്റ് ചെയ്യാറ്. നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹൈയിലേക്ക് ഇടുക. ഹൈയിൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും പ്രിൻ്റർ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ക്ലാരിറ്റി, പ്രിൻ്റ് ഔട്ട് ക്ലാരിറ്റി സ്റ്റാൻഡേർഡിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഹൈ എന്നുള്ളത്. അല്ലാതെ അതൊരിക്കലും സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുമ്പോൾ ലൈൻസ് വരിക കാര്യങ്ങൾ വരുന്ന ഒരു കംപ്ലൈൻസ് അല്ല. കാരണം നോസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിൻ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഹെഡിൻ്റെ കംപ്ലൈൻറ്റ് ആയിട്ട് വരികയുള്ളൂ. അത് നോസിൽ കറക്റ്റാണ്, പ്രിൻറ്റിങ്ങിൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രിൻ്ററിൽ ഹൈ റെസൊല്യൂഷൻ മാറ്ററാണ്. ഇത് ഇവിടെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരികയുള്ളൂ. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണം, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എങ്ങനെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫോട്ടോ പ്രിൻറ്റിംഗ് ആണെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്യണം. എന്നിട്ട് താഴെ മീഡിയ ടൈപ്പിൽ പോയിട്ട് പ്ലെയിൻ പേപ്പർ മാറ്റി, അത് ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറുന്നതാണ്. ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ മാറുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ ടൈപ്പിൽ പോയിട്ട് പ്ലെയിൻ പേപ്പറിൻ്റെ അവിടെ ഫോട്ടോ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിൻറ്റിങ് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രിൻ്ററാണ്. അതിന് ആദ്യം നിങ്ങൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൊബൈലിൽ നിന്ന് വൈഫൈ ത്രൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് ആദ്യം പ്രിൻ്ററിനെ കണക്ട് ചെയ്യണം. ഇവിടെ ഉണ്ടല്ലോ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇതേപോലെ പേര് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആക്കണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യാനുള്ളത് പ്രിൻ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെറ്റിങ്സിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് മോഡിലാവും പ്രിൻ്റർ. കണ്ടില്ല, സെറ്റപ്പ് മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിവൈസ് സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡിവൈസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിലുണ്ടാവും ലാൻഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ലാൻ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്യുക. അതിൽ വൈഫൈ ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ വയർലെസ് ഡയറക്റ്റ് എന്നുള്ളത് അത് ഓക്കെ എന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾ സ്വിച്ച് വയർലെസ് ഡയറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്താണ്ട് യെസ് എന്ന് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആവുന്നതാണ്. ഇനി നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ പേര് നേരത്തെ കണ്ട പോലെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് അത് സെലക്ട് ചെയ്യുക. ആ പേരിൻ്റെ അവിടെ ആ സെലക്ട് ചെയ്യുന്നതോടുകൂടി പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആക്കിയെന്ന് പറഞ്ഞു തന്നു. ഇനി ആ വൈഫൈ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. വൈഫൈ പാസ്വേഡ് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3-4 ഷീറ്റ് പേപ്പർ ട്രയൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്ക്രീനിൽ സെറ്റിങ്സിൽ പോകുക. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ രീതിയിൽ ആദ്യമായിട്ട് മൊബൈൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പാസ്വേഡ് ചോദിക്കും. കണ്ടില്ലേ, ഈ പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. നേരെ ഡിസ്പ്ലേയിൽ വരിക. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് മോഡ് എടുക്കുക. അവിടെ ഡിവൈസ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡിവൈസ് സെറ്റിങ്സ് അത് ഓപ്പൺ ആക്കുക. അതിൽ ലാൻ സെറ്റിങ്സ് എടുക്കുക. അതിൽ അവസാനത്തെ ഓപ്ഷൻ ഉണ്ടാവും പ്രിൻ്റ് ലാൻ ഡീറ്റെയിൽസ് എന്നുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പിറകോട്ട് വരിക. ഒരു മിനിറ്റ്. ഈ പ്രിൻ്റ് ലാൻ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി 3 ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. 2-3 ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അതിലുണ്ടാവും നിങ്ങൾ പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡാണ് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് കണക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, 2 പേജ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് പേജാണ്. സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ പാസ്വേഡ് SSID ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഡയറക്റ്റ് എന്ന പേരാണ്. പാസ്വേഡ് ആണ് കൊടുത്തേണ്ടില്ലേ. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളെ പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ കനോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ നമുക്ക് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ ജസ്റ്റ് കനോൺ പ്രിൻ്റർ ആപ്പ് എന്നുള്ള ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ കനോണിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കും. അതിൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ സെക്കൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഏകദേശം ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കും. വീണ്ടും എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളെ പെർമിഷൻ സെറ്റ് ചെയ്യുക, അലോ കൊടുക്കുക. ഇനി ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ പ്രിൻ്റർ ആദ്യം കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. ഡയറക്റ്റ് എന്ന് തുടങ്ങുന്ന പേര് കണ്ടില്ലേ, അതാണ്. അതേപോലത്തെ പേരായിരിക്കും നിങ്ങളെ പ്രിൻ്ററിനും ഉണ്ടാവുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയാൽ മാത്രമേ ഇവിടെ ലിസ്റ്റ് കാണിക്കുകയുള്ളൂ. അതേപോലെ പാസ്വേഡ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ അതിൻ്റെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ തിരിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അവിടെ സെർച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പ്രിൻ്ററിനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെ പ്രിൻറ്റ് ഫോട്ടോസ്, ഡോക്യുമെൻറ്റ് പ്രിൻറ്റ്, അതേപോലെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള അങ്ങനെ 3-4 ഓപ്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻറ്റ് ഫോട്ടോസ് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള സകല JPEG ഫയലുകളും കാണിക്കുന്നതാണ്. ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള PDF ഫയലുകൾ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ സ്കാനിങ് എന്ന ഓപ്ഷൻ നമുക്ക് പ്രിൻ്ററിൻ്റെ സ്കാനർ ഗ്ലാസ്സിൽ ഡോക്യുമെൻറ്റ് വെച്ച് നമ്മുടെ മൊബൈലിലോട്ട് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്കാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചേഞ്ച് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ സെറ്റിങ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ PDF ഏത് ഡാറ്റ ഫോർമാറ്റ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഡോക്യുമെൻറ്റിലാണോ ഫോട്ടോ മോഡിലാണോ സേവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ കളർ മോഡ് ഏതാ വേണ്ടത് എന്നുള്ളതും ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനാണ് ചേഞ്ച് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ഈ സമയത്ത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ സ്കാനിങ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രിൻ്ററിലും നിങ്ങൾക്ക് സ്കാനിങ് എന്നുള്ള ഡിസ്പ്ലേയിൽ സ്കാനിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത കമാൻഡ് പ്രിൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഏകദേശം നമ്മൾ കൊടുത്ത ഞാൻ ഇവിടെ വെച്ച ഡോക്യുമെൻ്റ് ഇങ്ങനെ ഒരു ടെസ്റ്റ് പേജിൻ്റെ ആയിരുന്നു. അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സിറ്റ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോയിൽ അത് സേവ് ആവുന്നതാണ്. ബാക്ക് അടിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോ പ്രിൻ്റ് എന്നത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിലുള്ള സകല JPEG ഫയലുകൾ അല്ലെങ്കിൽ ഫോട്ടോ ഫയലുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ നിങ്ങളെ മൊബൈലിലുള്ളതും ഇതേപോലെ പ്രിവ്യൂ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സാമ്പിളിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ മുമ്പ് സ്കാൻ ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻറ്റിൻ്റെ ചെറിയൊരു ടെസ്റ്റ് എന്ന് എഴുതിയ ഡോക്യുമെൻ്റാണ് അതുള്ളത്. നമുക്കിപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് സാമ്പിളിനുള്ള ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഡോക്യുമെൻറ്റ് മാത്രമാണ് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്നുള്ള കൊടുക്കുക. ഇവിടെ ഇതേപോലെ ഒരു മെസ്സേജ് കാണിക്കും, അത് നോ എന്നുള്ളത് കൊടുക്കുക. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ഈ സെറ്റിങ്സിലൊന്ന് പോകേണ്ടതാണ്. കാരണം എവറി ടൈം നമ്മൾ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഒന്ന് പേപ്പർ സൈസ്. ആദ്യം നമ്മൾ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പേപ്പർ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് A4 തന്നെ അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അനുസരിച്ചുള്ളത് അല്ല എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതേപോലെ ഈ മീഡിയ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളതെന്നാണ് അവിടെ ചോദിക്കുന്നത്. അധിക സമയത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ പേപ്പർ ഗ്ലോസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അത് മാറ്റി നമ്മൾ പ്ലെയിൻ പേപ്പർ ആക്കിയിരിക്കണം. പിന്നെ കളർ മോഡ് നിങ്ങൾക്ക് കളർ വേണം, മോണോക്രോം വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം അതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ടിക്ക് ചെയ്താൽ അത് ക്ലോസ് നോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് പ്രിൻ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിച്ച് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.